നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി നടത്തിയിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. ബാല്യകാലം മുതൽ നേരിട്ട അവഗണനകളെയും ഒറ്റപ്പെടലിനെയും കുറിച്ചാണ് കിച്ചു സംസാരിച്ചത്. അച്ഛൻ മരിച്ച ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനുശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ചും കിച്ചു പറയുന്നുണ്ട്. താനൊരു ഇൻട്രോവേർട്ടാണ്, അധികം ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. ഈ വീഡിയോ പുറത്തു വരുന്നതോടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. എൻ്റെ ജീവിത കഥയാണ് പറയാൻ പോകുന്നത്. 2004 താൻ ജനിക്കുന്നു. ശാലിനി എന്നാണ് എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. തൃശ്ശൂരാണ് തൻ്റെ ജനനം. അച്ഛനും അമ്മയും തമ്മിലുള്ള അടിയും വഴക്കുമാണ് കുഞ്ഞിലെ മുതലുള്ള ഓർമ്മ. എൻ്റെ സ്വന്തം അമ്മ എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ വേറൊരാളുടെ കൂടെ പോയി. പിന്നെയുള്ള ഓർമ്മ അച്ഛൻ സ്കൂട്ടർ എടുത്ത് എവിടെയോ പോകാൻ നിൽക്കുന്നു. അപ്പോൾ എനിക്കും വരണമെന്ന് പറഞ്ഞു. നീ വരണ്ട, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ സ്കൂട്ടറായിരുന്നു. സ്കൂട്ടറും എടുത്ത് പോയത് ആത്മഹത്യ ചെയ്യാനാണ്. നേരെ ഒരു ലോറിയുടെ മുമ്പിൽ ഇടിക്കാൻ പോയി. പക്ഷെ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിണ്ണയുടെ അരികിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. ഞാൻ കരയുന്നുണ്ട്. അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എൻ്റെ ആ സമയത്തെ ഓർമ്മകൾ. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കാണ് കൂടുതൽ ഓർമ്മയിൽ വരുന്നത്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് വല്യമ്മയായിരുന്നു. 5ാം ക്ലാസ് വരെ അവിടെ ജീവിച്ചു. അതിനിടയ്ക്ക് അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. വീണ എന്നായിരുന്നു അവരുടെ പേര്. ആ സമയത്ത് അച്ഛനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവരുമായിട്ടും വഴക്ക് തന്നെയായിരുന്നു. അച്ഛൻ എപ്പോഴും വീണ എന്ന ആളുടെ വീട്ടിലായിരിക്കും. വൈകിട്ട് എപ്പോഴെങ്കിലും വന്ന് എന്നെ കാണും. എന്നെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. എൻ്റെ മനസ്സിലുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷെ അത് നിങ്ങളോടൊക്കെ എങ്ങനെ പറയണമെന്നറിയില്ല. അവിടെയും അടിയാണ്. ആ സമയത്ത് ഓരോ കാര്യങ്ങളും എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. വീണ എന്ന ആളുടെ 2ാം വിവാഹമായിരുന്നു. ആ ബന്ധത്തിൽ 2 പിള്ളേരും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞാണ്. ഇതിനിടെ ഒരു സ്കൂട്ടർ എടുത്തിരുന്നു. ആ സ്കൂട്ടറിന് പേരെഴുതിയപ്പോഴാണ് ആ കുട്ടികളുടെ പേരാണ് ആ സ്കൂട്ടറിൽ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായത്. എന്നെ വേറൊരു തരത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നോടൊരു വലിയ പ്രശ്നം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി. ഇനിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്നാൽ ആകെ സൈലന്റ് ആണ്. വേടൻ്റെ പാട്ടുകളാണ് കേൾക്കുന്നത്. അതെല്ലാം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത കഥ പറയാം. 5ാം ക്ലാസ്സിലെ അവധിക്കാലത്ത് സംഭവിച്ചതാണത്. ഞങ്ങളന്ന് എറണാകുളത്തുള്ളപ്പോൾ സംഭവിച്ച ഒരു കാര്യം. കുറേ നാൾ അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അന്ന് അച്ഛന് ഷൂട്ടൊക്കെ ഉണ്ട്. ഒരു ദിവസം വീഡിയോ കോളിൽ ഇപ്പോൾ കാണുന്ന അമ്മ രേണു സുധിയെ കാണുന്നുണ്ട്. ആ സമയത്ത് അമ്മയുമായി ഭയങ്കര കമ്പനിയായിരുന്നു. സൂപ്പറായിരുന്നു ആ സമയം. പക്ഷേ ഞങ്ങളെ കാണാൻ വന്നു. നല്ല കമ്പനിയാണ്. പിന്നെ അച്ഛൻ വന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അച്ഛൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. അച്ഛന് ഇഷ്ടമാണോ എന്നായിരുന്നു ഞാൻ തിരിച്ചു ചോദിച്ചത്. ഇതിനിടയ്ക്ക് വീണയും അച്ഛനുമായി ഡിവോഴ്സായി. അവർക്ക് പൈസയും കൊടുത്തു. അങ്ങനെ കൊല്ലത്തെ വീട്ടിൽ വന്ന് രേണു അമ്മയുടെ കാര്യം സംസാരിച്ച് വിവാഹം കഴിച്ചു. ഞാനും അച്ഛനും അമ്മയും കൊല്ലത്ത് നിൽക്കുകയാണ്. പക്ഷെ കൊല്ലത്ത് വെച്ച് ചെറിയൊരു വഴക്കുണ്ടായി. അങ്ങനെ കോട്ടയത്തേക്ക് മാറി. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഭയങ്കര രസം. കൊല്ലത്തുള്ളപ്പോൾ എന്നെ പുറത്തുപോയി കളിക്കാനൊന്നും വിടില്ല. കോട്ടയത്ത് വന്നപ്പോൾ എനിക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടി. കുറച്ച് കഴിഞ്ഞതോടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാകുന്നു. എല്ലാവരുടെയും സ്വഭാവത്തിൽ ആകെ ഒരു മാറ്റം സംഭവിക്കുന്നു. ഞാൻ ആ സമയത്ത് കമ്പ്യൂട്ടറൊക്കെ മേടിച്ചതാണ്. റൂമിൽ തന്നെ ഗെയിം കളിയുമായി ഇരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അവിടെ തൊട്ടാണ് ഞാൻ ഇങ്ങനെ ആകുന്നത്. വേറൊരു കണക്ഷനുമില്ല. അച്ഛൻ വന്ന് ഇടയ്ക്ക് ഭക്ഷണം തന്നിട്ട് പോകും. ഇടയ്ക്ക് റിതപ്പൻ റൂമിലേക്ക് വരും. അവനെയും മടിയിലെടുത്ത് ഗെയിം കളിക്കും. പിന്നെ കൊറോണ വന്നു. അച്ഛൻ ആ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെബ് സീരീസ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. കുറേ ആർട്ടിസ്റ്റുകളെയും വിളിച്ചിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ വന്നതോടെ അത് നടന്നില്ല. കുറേ കടം വന്നു. ഞാൻ, അച്ഛൻ, അമ്മ, റിതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചിലവും അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെയും എൻ്റെയും ഒരു സ്വഭാവമാണ് നോ പറയാൻ അറിയില്ല. അതൊരു കൊള്ളാത്ത സ്വഭാവമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് വിഷമമാകുമെന്ന് വിചാരിച്ചാണ് നോ പറയാൻ മടിക്കുന്നത്. ഞാനിപ്പോൾ ഓരോ കാര്യം പറയാത്തതും അതുകൊണ്ടാണ്. അങ്ങനെ ഒരു റൂമിൽ 3 വർഷം ഗെയിം കളിച്ചിരുന്നു. ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി, ഇതൊക്കെ നിർത്താം. അങ്ങനെ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി മേടിച്ചു. 10ൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ട്. പിന്നെ അവർക്കൊപ്പം സമയം ചെലവഴിച്ചു. ആ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്നേഹം പൈസ മാത്രമാണ്. വേറൊരാളുടെ അടുത്ത് സംസാരിക്കില്ല. അവരുടെ സ്വഭാവം ഒരുമാതിരിയാണ്. അവിടെ ജോലിക്ക് പോയില്ല, അതിന് വഴക്ക്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെന്നറിയില്ല. അതൊക്കെ കൊണ്ടാണ് എൻ്റെ കൂടെ ഞാൻ എപ്പോഴും കൂട്ടുകാരനെ ഇരുത്തുന്നത്. കൊല്ലത്തുള്ള കൂട്ടുകാർക്കെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ വീട്ടുകാരുമായി ഒരു കണക്ഷൻ ഇല്ലാത്ത ജീവിതമായിരുന്നു. ആ റൂമിൽ നിന്ന് ശരിക്കും വട്ടായിപ്പോയി. കൂട്ടുകാരും ഒത്തുകൂടി മോശം ശീലം തുടങ്ങി. പക്ഷെ അങ്ങനെ അഡിക്റ്റഡ് ഒന്നും അല്ലായിരുന്നു. ഞാനും അച്ഛനും സംസാരിക്കുന്നത് തന്നെ ഷൂട്ടിന് പോകുമ്പോഴാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്തും കൊല്ലത്ത് വിളിച്ച് ചോദിച്ചിരുന്നു അവിടെ വന്ന് നിൽക്കട്ടെ എന്ന്. പക്ഷെ അതിനവർ സമ്മതിച്ചില്ല. അങ്ങനെ കോട്ടയത്ത് തന്നെ നിൽക്കേണ്ടി വന്നു. ഒരു ദിവസം അച്ഛൻ വന്ന് പറഞ്ഞു, ഷൂട്ടുണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊയ്ക്കോളാം. എന്നെ ഷൂട്ടിന് കൊണ്ടുപോകുന്നത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു. അതിനും വലിയ അടി ഉണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ശരിക്കും വട്ടായി.
പക്ഷെ എൻ്റെ വിഷമങ്ങൾ പറയാൻ അപ്പോഴും അച്ഛനെന്ന ഒരാളുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്താലും അച്ഛനെ വിളിക്കാമെന്ന് ധൈര്യമുണ്ടായിരുന്നു. അങ്ങനെ ആ ഷൂട്ടിന് പോയ ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ 4 മണിയാകുമ്പം ഞാൻ വരും, ചങ്ങനാശ്ശേരി വന്ന് കൂട്ടണമെന്ന് പറഞ്ഞു. 4 മണിയായപ്പോൾ വിളിച്ചു, ഫോൺ എടുത്തില്ല. ഞാൻ കിടന്നുറങ്ങി. ഷൂട്ടിന് പോയിട്ട് വരുമ്പോൾ ഉറങ്ങിപ്പോകുന്ന സ്വഭാവം അച്ഛനുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഫോൺ എടുക്കാത്തതെന്നോർത്ത് ഞാനും ഉറങ്ങി. രാവിലെ എന്തായാലും അച്ഛൻ വരുമെന്നോർത്തു. പെട്ടെന്ന് അമ്മ വന്ന് എന്നെ തട്ടി എണിപ്പിച്ചു. അച്ഛൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നു, വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ പക്ഷേ ഓഫായിരുന്നു. അപ്പോഴേക്കും ആളുകളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ നേരെ അനൂപേട്ടനെ വിളിച്ചു. എന്തോ പറ്റി അച്ഛനെന്ന് ചോദിച്ചു. രക്ഷിക്കാൻ പറ്റിയില്ലടാ, സോറി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്തുവാ അനൂപേട്ട എന്ന് പറയുന്നതെന്ന് ചോദിച്ച് ഞാൻ ഫോൺ എടുത്തറിഞ്ഞു. കാലിന്റെ വിരൽ തൊട്ട് ശരീരം മുഴുവൻ തണുത്തുപോയി. ആ സമയത്ത് എന്തൊക്കെയോ നടന്നതെന്ന് പോലും എനിക്കറിയില്ല. ആരൊക്കെയോ ചേർന്ന് എന്നെ വണ്ടിയിൽ കയറ്റി പോയിക്കൊണ്ടിരിക്കുക. അനൂപേട്ടനൊക്കെ ചേർന്ന് എന്നെ കളിപ്പിക്കുവാണോ എന്നൊക്കെ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അവിടെ ചെന്നാലേ ഒരു സമാധാനം കിട്ടൂ. പക്ഷെ ഇവർ കാറിൽ അടിച്ചുപൊളിയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഋതപ്പൻ എങ്ങനെ നോക്കും, മുന്നോട്ടുള്ള ജീവിതം വഴി മുട്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്. ഒരു തുപ്പലിറക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഒന്നും മിണ്ടാതെ ഞാനിങ്ങനെ ഇരിക്കുവാണ്. അന്ന് തൊട്ട് ഒന്നിനോടും എനിക്കിപ്പോഴും പ്രതികരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. ആശുപത്രിയിൽ എത്തുന്നത് വരെ ഇതൊരു പ്രാങ്ക് ആയിരിക്കണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. പക്ഷെ പോകുന്ന വഴിക്ക് ഇവർ വാർത്ത വെച്ചു. അതിൽ ഞാൻ കണ്ടു. അപ്പോഴും ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നേരെ ചെന്ന് അച്ഛനെ കണ്ടു. ആളുകളൊക്കെ ഉണ്ട്. റൂമിൽ തുണി ഇങ്ങനെ മാറ്റി അച്ഛനെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി ആരുണ്ട്, ആരെ വിളിക്കും? അങ്ങനെ നിൽക്കുമ്പോൾ അനൂപേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡാ, അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം, ഇതിൻ്റെ ചടങ്ങുകളുടെ കാര്യങ്ങളും നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് മൃതദേഹം കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പ്രശ്നം. പക്ഷേ ഈ കാറിൽ ഇരുന്നവർ അതിന് സമ്മതിച്ചില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചു. അനൂപേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. അങ്ങനെ ആ രാത്രി കൊല്ലത്ത് കൊണ്ടുപോയി കാണിച്ചു. പിന്നെ കോട്ടയത്തേക്ക് കൊണ്ടുവന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് അമ്മയും അച്ഛനും കൂട്ടരും ഒരു ബില്ല് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരുന്നത്. 1,80,000 രൂപ. അത് ചാനലുകാരുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അനൂപേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇതിനൊക്കെ ഒരു ബില്ലുണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായിലെ ചേട്ടനും ചേർന്ന് ബില്ലുണ്ടാക്കി. ആ പൈസ ചാനലുകാർ തന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായി. അച്ഛൻ മരിച്ച സമയത്ത് എല്ലാവർക്കും എന്നോട് സ്നേഹമായിരുന്നു. എല്ലാ കാര്യത്തിനും അവർ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമില്ല. ഡ്രഗ്സിനോട് ഭയങ്കരമായി അഡിക്റ്റായി. രാത്രി ഉറക്കമില്ല. കണ്ണടച്ചാൽ അച്ഛൻ്റെ മുഖം. അവിടെയാണെങ്കിൽ ഒട്ടും പറ്റുന്നുമില്ല. ഓപ്പൺ കോഴ്സ് എടുത്ത് +2 പഠിക്കുകയാണ്. എങ്ങനെ നിയന്ത്രിക്കാൻ പോലും ആരുമില്ല. രാത്രി 3 മണിയൊക്കെയാണ് വീട്ടിൽ കയറി വരുന്നത്. ആരും സംസാരിക്കാനുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ മോശമായ സമയം ഉണ്ടാവില്ലേ? പക്ഷെ ആ സമയം ഞാൻ മനസ്സിലാക്കി. ഇടയ്ക്ക് അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ കൊല്ലത്ത് പോയപ്പോൾ അവരെ ഒരുപാട് മിസ് ചെയ്തു. അന്ന് അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കാൻ എനിക്കും പേടിയായിരുന്നു. എൻ്റെ വിഷമവും സങ്കടവും പറയാൻ ആരുമില്ല. ഞാനതൊക്കെ മനസ്സിലാക്കി ആ സമയത്ത് ഒരു ജോലിക്ക് പോയി. ഒരു ദിവസം വീഡിയോ കോൾ ചെയ്തപ്പോൾ കൊല്ലത്തെ വല്യമ്മ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടു. അവർക്കത് വിഷമമായി. അങ്ങനെ വല്യമ്മ പറഞ്ഞു കൊല്ലത്ത് വരാൻ. അങ്ങനെയാണ് കൊല്ലത്ത് വന്നത്. ഞാനിനി കൊല്ലത്ത് നിന്ന് പഠിക്കുകയാണെന്ന് അമ്മയുടെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്കൊന്നും പറയാനില്ലായിരുന്നു. അവരെന്നോട് സംസാരിക്കാറേ ഇല്ലായിരുന്നു. ഇതിനിടയ്ക്ക് വീടുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. ചാനലുകാരാണ് വീട് വെച്ച് തരാമെന്ന് പറയുന്നത്. നിനക്കും ഋതപ്പനും പറയുന്ന സ്ഥലത്ത് വീട് വെച്ച് തരാമെന്ന് അവർ പറഞ്ഞു. അച്ഛൻ ഇല്ലാത്ത അവർക്കൊപ്പം നിൽക്കാനേ പറ്റില്ല. പഠനവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കാനായിരുന്നു തൻ്റെ ആഗ്രഹം. കൊല്ലത്ത് വന്നതോടെ നല്ല കാര്യങ്ങളുണ്ടായി. എനിക്ക് നല്ല കൂട്ടുകാരെ കിട്ടി. ഇവരാണ് എന്നെ കൊണ്ടുപോകുന്നത്. എല്ലാത്തിൽ നിന്നും മാറാൻ പറ്റി. ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. ജീവിതം തന്നെ മാറി. ഇതാണ് എൻ്റെ കഥ. കൊല്ലത്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു. അമ്മയും അങ്ങനെ പോകുന്നു. അമ്മ അമ്മയുടെ കാര്യത്തിന് വിളിക്കും. ആ ഒരു കണക്ഷൻ ഇല്ല ഞങ്ങൾ തമ്മിൽ. ഇനിയും കുറേ കാര്യങ്ങൾ പറയാതെ വിട്ടിട്ടുണ്ട്. ഓർമ്മ വന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ തുറന്നു പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. എൻ്റെ കൂട്ടുകാർ അമ്മയെ പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. എല്ലാവരും എന്നെ അങ്ങനെ ഒരു രീതിയിൽ കാണുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം തുറന്നു പറഞ്ഞത്. ഇത്രയും അനുഭവിച്ചല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, ഇനി ഒറ്റയ്ക്ക് തന്നെ നേരിട്ട് മുന്നോട്ട് പോകും. ജീവിതത്തിൽ നടന്ന 20% മാത്രം കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നതെന്നാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത്. കിച്ചുവിൻ്റെ വെളിപ്പെടുത്തൽ ആകെ വിഷമിപ്പിക്കുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു ചെറുപ്പക്കാരൻ്റെ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ കടന്നുപോയ സാഹചര്യം, ഈ വെളിപ്പെടുത്തൽ, കിച്ചുവിൻ്റെ വെളിപ്പെടുത്തൽ കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.